നിന്റെ ജീവൻ പോകുന്നത് വരെ. സുബി, ഇത് ഇമോഷണൽ ഡയലോഗാ. ഇത് നന്നായിട്ട് ഇമോഷണൽ ആയിട്ട് പറയണമെന്ന് ആഘോഷങ്ങൾ പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം. നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കാത്തത് എന്താ? എല്ലാത്തിനും എനിക്ക് അറിയാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിനക്ക് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? സിഹി, എനിക്ക് ടൈമില്ല. എല്ലാ ഡയലോഗും കാണാപ്പാഠം പഠിക്കണം. വെറുതെ എല്ലാം എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നിനക്ക് അഹങ്കാരം ഉള്ളത് നിനക്കാ സിഹി. സിഹി സിഹി എന്നും പറഞ്ഞ് ആരോടെ ഈ സംസാരിക്കുന്നത്? ഫസ്റ്റ് ആരുടെ എൻട്രി ആണോ അവര് മുന്നിൽ നിൽക്കണം. എങ്ങോട്ടും പോവരുത് കേട്ടോ. എന്താ കുട്ടികളൊക്കെ റെഡിയാണോ? സാധാരണ നമ്മുടെ സിഹി എവിടെ? സിഹി റൂമിൽ തന്നെ ഉണ്ട്. അവള് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഓഹോ, അശോക, നീ സുബിയെ ശ്രദ്ധിച്ചോ? എത്ര ഡെഡിക്കേറ്റഡ് ആണല്ലേ. ഇത്ര ചെറിയ പ്രായത്തിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഒരു മടിയില്ല. സ്വല്പം നമ്മുടെ സിഹിയെ പോലെ തന്നെ. അവിടെ ഭാർഗവി മേമയും ഇല്ല, ഇവിടെ സുബിയും ഇല്ല. ഭാർഗവി മേമ എവിടെ? ചേച്ചി കുറെ നേരം മുമ്പ് റൂമിൽ വന്നിട്ട് കുട്ടികളെയൊക്കെ കണ്ട് വിഷ് ചെയ്തിട്ടാ പോയത്. പിന്നെ എങ്ങോട്ടാ പോയതെന്നറിയില്ല. അശോക്, എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നേ? സിഹി എവിടെ? അവളിപ്പോഴും ഗ്രീൻ റൂമിൽ പ്രാക്ടീസ് ചെയ്യാണെന്ന്. ഓ ശരി, ഞാൻ വിളിച്ചോണ്ട് വരാം. സീത, നീ ഇവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുവരാം. പ്രിയ, കുട്ടികളെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. സുബി, ഭാർഗവി ആന്റി വരുന്നു. നമ്മൾ പിടിക്കാൻ പാടില്ല. മെയിൻറ്റെയിൻ ചെയ്യ്. നീ ആരോട് സംസാരിക്കുന്നേ? അവിടെ നീ ആരെയാ നോക്കുന്നേ? ആരുമില്ല, ഞാൻ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തതാ. കൊച്ചുകുട്ടികള് കള്ളം പറയരുത്. നീ കൊച്ചുകുട്ടിയാ. ഇതുവരെ നീ ഒരു സത്യം പോലും പറഞ്ഞിട്ടില്ല അല്ലേ? നീ ഇത്ര വലിയ കള്ളിയാണെന്ന് നിന്റെ സീതമ്മയ്ക്കറിയോ? ഞാനതിന് കള്ളിയൊന്നുമല്ല, കള്ളം പറഞ്ഞിട്ടുമില്ല. ഞാനതിന് ആരോട് സംസാരിച്ചില്ലല്ലോ. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നീ മാത്രമേ ഉള്ളെന്നോ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ എന്റെ അടുത്താണോ കള്ളം പറയുന്നത്? നീ എന്താ മറച്ചു വെക്കുന്നേ? സിഹി, എന്തുപറ്റി? അശോക്, അവള് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഞാൻ അതൊന്ന് നോക്കിയതാ. വാ സിഹി, ലേറ്റ് ആവുന്നു, പോവാം. ഛേ, എല്ലാം അവളായിട്ട് തന്നെ തുറന്നു പറയുമായിരുന്നു. ഇവൻ വന്നത് നശിപ്പിച്ചു. ഹബാ, എന്തുപറ്റി? എന്തിനാ വെറുതെ പേടിക്കുന്നേ? അത് അശോക് അങ്കിൾ. നോക്ക്, നിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ ആർക്കും നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല. അവരെന്താ പറഞ്ഞേ? അശോക് അങ്കിൾ, എല്ലാരും പുറത്തു പോയതിനു ശേഷം ഞാൻ അവിടെ സിഹിയുടെ കൂടെ ഡയലോഗ് പ്രാക്ടീസ്
പറയണ്ടെന്ന് സിഹി പറഞ്ഞു വരുമായിരുന്നു. അപ്പോ ഭാർഗവി ആന്റി വന്ന് നീ ഇപ്പൊ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് എന്നോട് വഴക്ക് പറയുമായിരുന്നു. അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും അവര് കേട്ടില്ല. നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കണ്ടിട്ട് എന്തോ ഡൗട്ട് തോന്നി അങ്ങനെ ചോദിച്ചതാവും. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ മോള് ടെൻഷൻ ആവണ്ട. മോള് ഭാർഗവി മേമയെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അവരുടെ കളി അവസാനിക്കും. ഓക്കെ? ഇന്ന് വിടില്ല മേമ നിങ്ങളെ. നിങ്ങളുടെ മുഖംമൂടി ഇന്ന് ഇവിടെ റാമിന്റെ മുമ്പിൽ ചഴിഞ്ഞു വീഴും. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയണം. വാ. ഇവിടെ വിചിത്രമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അച്ഛനോട് പറയണ്ടേ പുതിയ ഫ്രോക്ക് വാങ്ങി തരുമ്പോ അതെനിക്ക് വേണ്ടാന്ന്? നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. അവിടെ ആരെയാ നീ നോക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോയാ ഏതു വഴിയാ തിരിച്ചു വരണ്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ വട്ട് പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ കല്യാണം ഞാൻ മണ്ഡപത്തിൽ നിന്ന് അടുത്ത് നിന്ന് കാണണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഭാർഗവി ആന്റി എന്നെ അവിടുന്ന് താഴെ കൊണ്ടുവന്ന് ഇരുത്തി കളഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെയാ. ആന്റി എന്നെ ജോലിക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിച്ചു. ആ ബോർഡിംഗ് സ്കൂളിലേക്ക് പോകണമെന്ന് ഇവരെ എന്നോട് പറഞ്ഞത്. മണ്ണെണ്ണയ്ക്കാൻ താഴെ തള്ളിയിട്ട് പിന്നെ അവിടെ തീയിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ആരാത് കണ്ടത് പോലുമില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? ചെറിയ എന്ത് പറ്റി? ചെറിയ എന്താ പറ്റിയത്? വിശ്വ, നീ എന്തീ പറയുന്നേ? വെള്ളത്തിന്റെ ജഗ് ഞാനിങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ മൂവ് ചെയ്തു. ഏ വിശ്വ, എന്തു പറ്റി? കാറ് നിക്കണ നിപ്പിലങ്ങ് ഓഫായി പോയി. സ്റ്റിയറിംഗ് ലോക്കായിട്ടുണ്ട്. എന്താ? ആരും ഈ കാറ് തിരിച്ചോണ്ടിരിക്കുക. കാറ് തന്നെ പോയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് അവളാണോ? ഏയ് സിഹി, എന്താ ഇത്ര നേരം പ്രാക്ടീസ് ചെയ്യായിരുന്നോ? എല്ലാം നീ ശരിക്കും പഠിച്ചതാണെന്നല്ലോ. എന്തു പറ്റി സിഹി വല്ലാതെ നിൽക്കുന്നേ? മോളെ എന്തു പറ്റി? അത് രാമ ഇപ്പോ നാടകം തുടങ്ങാൻ പോവല്ലേ, നെർവസ് ആയതാ. സിഹി, നിനക്ക് സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ? നീ പേടിക്കണ്ട. അതെ മോളെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തല്ലോ അല്ലേ? പിന്നെ നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നാടകം അടിപൊളിയായിട്ട് നടക്കും. ഡോണ്ട് വറി. എടാ, കുട്ടികളൊക്കെ റെഡിയാണ്. പേരൻസ് വന്നിട്ടുണ്ട്. ഭാർഗവി മേമയും വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യല്ലേ? ബോയ്സ് ആൻഡ് ഗേൾസ് റെഡി അല്ലേ? എന്നാ വാ വാ പോവാം പോവാം. എന്റെ സിഹിയെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഇതേ ഡ്രസ്സിലാ. ഇവളെ കാണുമ്പോ എനിക്ക് എന്റെ സിഹിയെ പോലെ തന്നെ തോന്നും. സീത, വാ നമുക്ക് ഇരിക്കാം.
ഭീമ, എല്ലാവർക്കും നമസ്കാരം. 3 ദിവസത്തെ ക്യാമ്പ് ഇന്ന് അവസാനിക്കുകയാണ്. ഈ ക്യാമ്പിലേക്ക് വന്ന് ഇത് മീനിങ് ഫുൾ ആക്കിയ എല്ലാ കുട്ടികളോടും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പാരൻസിനോടും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്നൊരു നാടകം നടത്തിയിട്ടാണ് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. കുട്ടികളെല്ലാവരും സ്റ്റേജിൽ കയറി ആ നാടകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വലിയ ഉത്സാഹത്തിലാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭാർഗവി ദേശായിയെ കുട്ടികൾക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയും 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അശോക് ഞങ്ങളുടെ കുടുംബത്തിലൊരാളാ. അവൻ ഇതുപോലൊരു വെറൈറ്റി പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സത്യമായിട്ട് അഭിമാനം തോന്നുന്നു. ഇത്ര ചെറിയ മക്കളെ ട്രെയിൻ ചെയ്ത് എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ കുട്ടികൾക്ക് വേണ്ടി അവനായിട്ടൊരു നാടകം എഴുതി കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ റിയലി ഗ്രേറ്റ് അശോക്. അടുത്ത വർഷം മുതൽ നമ്മുടെ NGOയുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താൻ ശ്രമിക്കാവുന്നതാണ്. അശോക്, ഇത്ര നല്ലൊരു ഐഡിയ തന്നതിന് താങ്ക്സ്. നിനക്ക് നല്ലത് മാത്രം വരട്ടെ. അതുപോലെ ഈ ക്യാമ്പിന് വന്ന എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ. ഇനി അധികം വലിച്ചു നീട്ടി ഞാൻ താമസിപ്പിക്കുന്നില്ല. ഈ നാടകം കാണാൻ നിങ്ങളെ പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മേമ. ഇരുന്നോളൂ. ചെറിയ നിങ്ങൾ ഇരുന്നോളൂ. ഞാനോ? വേണ്ട, ഞാൻ കുട്ടികളോട് ഇരുന്നോളാം. എടാ, എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വേഗം സ്റ്റേജ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നാടകം തുടങ്ങാല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ശരി, നീ പോയിരുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണം നീ പറയണം കേട്ടോ. ഇപ്പൊ ഒന്നും വേണ്ട, പോയിരിക്കാൻ നോക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വരൂ, ഇത് ക്ലിയർ ചെയ്യൂ. ഹേയ് റാം, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നോളൂ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ നിമിഷം ഇങ്ങ് വന്നെത്തി. നാടകം കൈകയുടെ വഞ്ചന ചരിതം സമർപ്പിക്കുന്നു. അശോക്, എന്ത് പറ്റും മേമ? എന്താ നിങ്ങൾക്കൊരു ടെൻഷൻ പോലെ? അശോക്, നമ്മുടെ സിഹി എവിടെയും കാണുന്നില്ല. എന്താ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അനിയ ഇപ്പൊ വന്ന് പറഞ്ഞ സിയെ എങ്ങും കാണുന്നില്ലെന്ന്. എവിടെയാണെന്ന് അറിയില്ല അശോക്. സിഹി എങ്ങോട്ട് പോവാനാ? അതെനിക്കും അറിയില്ല. നിന്റെ നാടകത്തിൽ അവളാ ലീഡ്. ഇപ്പൊ അവളെ കാണുന്നുമില്ല. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന സുബിയെ കാണുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? ഭാർഗവി മേമ എന്തെങ്കിലും... ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. നീ അങ്ങോട്ട് നോക്ക്. ശരി. ഞങ്ങൾ നടത്താൻ പോകുന്ന നാടകം നന്നായി വരണേ. അച്ഛന് സത്യമൊക്കെ മനസ്സിലായി. ഭാർഗവി ആന്റിയെ അച്ഛൻ വഴക്ക് പറയണേ. സിഹിയുടെ മരണത്തിന് നീതി കൊടുക്കണേ. എന്നെക്കുറിച്ച് അപ്പുവിനെ വ്യക്തമാക്കി കൊടുക്കാനായി ഈ നാടകം നടത്തുന്നതല്ലേ? നിന്റെ ഈ പ്ലാൻ ഒരിക്കലും വർക്കാവില്ല അശോക്. നമുക്ക് നോക്കാം.
ഈ കുഞ്ഞു പെണ്ണ് സിഹി ജയിക്കുമോ അതോ അവളെക്കാളും കൂടുതൽ ഓണമുണ്ട് ഈ ഭാർഗവി ജയിക്കുമോന്ന്. നീ എവിടെയാ സുബി? ആഘോഷങ്ങളാണെങ്കിൽ ഭാർഗവേന്റെ ചീത്തയാണെന്ന് അച്ഛന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ നാടകം ചെയ്യുന്നത് തന്നെ. പക്ഷെ ഈ നാടകത്തിന് ഇവിടെ ആക്ട് ചെയ്യണ്ടേ നിന്നെ കാണുന്നില്ലല്ലോ. ഇത്രയും ദിവസം സുബി എന്തൊക്കെ സംസാരിച്ചാലും ഞാൻ അറിയുമായിരുന്നു. പക്ഷെ ഇന്നെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? നിന്നെ ഞാൻ എങ്ങനെ കണ്ടെത്തും സുബി? ഭാർഗു, ഓപ്പറേഷൻ സുബി സക്സസ്. വെറും 6ഉം 4ഉം മാത്രം അടിക്കുന്ന ബാറ്റ്സ്മാൻ ഔട്ട്. ഏയ്, എന്റെ ഭാർഗുവിനോട് കളിച്ചാലുണ്ടല്ലോ, അവൾ എറിയുന്ന യോർക്കർ എങ്ങനെയായിരിക്കും എന്നറിയോ? ഡ്രാമ ചെയ്യൂ, എത്ര ഡ്രാമ. ആ അശോകന്റെ വാക്കും കേട്ട്. എവിടെ ഒന്ന് നോക്കട്ടെ, എവിടെ? കളിക്ക് കളിക്ക്, ഏയ് കളിക്ക്. നീ ആ ഡ്രാമയൊന്ന് കളിക്കേ. ഞാനാണ് അസുരൻ, ഞാനാണ് രാക്ഷസൻ. ചെയ്യ്, ഞാനൊന്ന് കാണട്ടെ. കഴിയില്ല, ചെയ്യ. ഐ മേമ, സിഹിയെ കിട്ടിയോ? ഇല്ല അശോക്, എങ്ങും കാണുന്നില്ല. എനിക്ക് എന്തോ വല്ലാത്ത പേടി തോന്നുന്നു. സീത എങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. ഇല്ലില്ല, സീത ഇപ്പൊ ഈ കാര്യം അറിയണ്ട. ഞാൻ എന്തായാലും മേക്കപ്പ് റൂമിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ദൈവമേ, എങ്ങനെയെങ്കിലും സിഹിയെ ഞങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുത്താ. എനിക്ക് കാണണം അശോക്, നിന്റെ ഈ നാടക പരിപാടി ഇവിടെ എങ്ങനെ നടക്കുമെന്ന്. ഈ ഭാർഗവി ആന്റി എന്തെങ്കിലും സുബി എന്തെങ്കിലും ചെയ്തതായിരിക്കോ? സുബി എവിടെയും